പക്ഷെ സർപ്രൈസായിട്ട് എനിക്ക് ഒരു മാലയും കമ്മലൊക്കെ തന്നു. ആ മാലയും കമ്മലയും തന്നിട്ട് അതുപോലെ തന്നെ അവരുടെ ലോക്കറിൽ എടുത്തു വെച്ചു, ജസ്റ്റ് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഓടിയും തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കാറ് ഡ്രൈവിങ് അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല. സോ ഞാൻ ആകെ 4 തവണ ആ കാറിൽ ഇരുന്നിട്ടുള്ളൂ. പിന്നെ ആ കാർ എങ്ങോട്ട് പോയി എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പൊ നടൻ ബാലയ്ക്കെതിരെയുള്ള മുൻ ഭാര്യയായിട്ടുള്ള എലിസബത്തിന്റെ വെളിപ്പെടുത്തൽ ഒരു മനുഷ്യായുസിനെ സഹിക്കാവുന്നതിലും അപ്പുറം ബാലയിൽ നിന്നും എലിസബത്ത് സഹിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് അതിൽ ബാലയുടെ ആൾക്കാർ എലിസബത്തിന് അവിഹിതമുണ്ടെന്ന് പറഞ്ഞു പരത്തിയതിനെ കുറിച്ചും എലിസബത്തും ബാലയും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ബാല വിസമ്മതിച്ചതിനെ കുറിച്ചും MBBS എടുത്ത എലിസബത്തിനെ എക്സാം എഴുതാൻ വിലക്കിയതിനെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോക്ക് അത്യാവശ്യ റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ തുടർന്നും അത്യാവശ്യം വെളിപ്പെടുത്തലുകൾ നടത്താമെന്നുള്ളത്. എന്തായാലും ആ വീഡിയോക്ക് അത്യാവശ്യ റെസ്പോൺസ് കിട്ടിയ സാഹചര്യത്തിലാണ് ചില വെളിപ്പെടുത്തലുകളുമായി ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. എലിസബത്ത് സ്വന്തം ചാനലിൽ തന്നെ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. പുള്ളിക്കാരി വോയിസ് ഓവർ ആയിട്ടാണ് സ്വന്തം ചാനലിൽ സംസാരിച്ചിരിക്കുന്നത്. അതായത് ഈ കസ്തൂരിയസ് എന്ന് പറയുന്ന ഐഡിയയിൽ നിന്നും എലിസബത്തിനെതിരെ പല സ്ഥലത്തും കൊണ്ടുപോയി പല മോശം കമന്റുകൾ ഇടുന്നുണ്ട്. അത് ബാലയുടെ നിലവിലെ കാമുകിയുടെ ഫേക്ക് ഐഡിയ ആണെന്നുള്ളതാണ് എലിസബത്ത് അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും ആ ഐഡിയയിലുള്ള കമന്റുകൾ എടുത്തു വെച്ചിട്ടാണ് വോയിസ് ഓവർ എന്നോണം എലിസബത്ത് സംസാരിക്കുന്നത്. എന്തായാലും എലിസബത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം എലിസബത്തിന് നല്ലൊരു പനി പിടിപെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ട് പോലും ബാല ചികിത്സ നിഷേധിച്ചു എന്നുള്ളതാണ് എലിസബത്ത് പറയുന്നത്. അങ്ങനെ എലിസബത്തിന്റെ വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞു. ബാലയോട് വിശദീകരണം ചോദിച്ചപ്പോൾ ബാല പറഞ്ഞെന്താണെന്ന് അറിയാം. അവൾക്ക് പ്രശ്നമൊന്നുമില്ല, അവൾ അഭിനയിക്കുകയാണ്, ഇനി അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പൊന്നുപോലെ നോക്കില്ല എന്നായിരുന്നു. ഈ ഒരു മറുപടിയോട് കൂടി തന്നെ എലിസബത്തിന്റെ വീട്ടുകാർക്ക് ബാലന്റെ സ്വഭാവം നല്ലോണം മനസ്സിലായി. അങ്ങനെ എലിസബത്തിന്റെ വീട്ടുകാർ അവിടെ വന്ന് എലിസബത്തിനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതിനെക്കുറിച്ച് എലിസബത്ത് പറയുന്ന ഭാഗം നമുക്കൊന്ന് കേട്ടോക്കാം. നോക്കുമ്പോൾ എനിക്ക് വിറച്ചിട്ടുള്ള പനിയാണ്, ഭയങ്കര ചെസ്റ്റ് പെയിൻ ആണ്, ഭയങ്കര ചുമയാണ്, നെഞ്ചുവേദനയുണ്ട്. അങ്ങനെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് നെബിലൈസ് ഒക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു അഡ്മിഷൻ വേണ്ടി വരും, IV ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, നിൽക്കുന്നു തോന്നണില്ലാന്ന് പറഞ്ഞു. ഇല്ല, അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, തിരിച്ച് വിട്ടോ. എന്നിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പുള്ളി പറയാണ് പുള്ളിക്കാരി അഭിനയിക്കുകയാണ്, പുള്ളിക്കാരിക്കൊന്നുമില്ല, എൻ്റെ മാലാകയില്ല, ഞാൻ നോക്കാണ്ടിരിക്കും, അവൾക്ക് എന്തെങ്കിലും പറ്റും, ഇന്ന അസുഖം വന്നാൽ അവൾ എന്നെ പൊന്നു പോലെയല്ലേ നോക്കണേ, അവൾക്ക് അസുഖം വന്നാൽ നോക്കാണ്ടിരിക്കുമോ. പക്ഷേ വർത്താനൊക്കെ നന്നായിട്ട് അറിയണ കാരണം എൻ്റെ വീട്ടുകാർ പിറ്റേ ദിവസം വന്നു, കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ആദ്യം ട്രീറ്റ്മെൻറ്റൊക്കെ ഒരു 2-3 ആഴ്ച എടുത്തു. പിന്നെ നോക്കിയപ്പോൾ ഇടയിൽ കോവിഡ് ടെസ്റ്റും പോസിറ്റീവായിരുന്നു. കോവിഡ് കാരണമാണോ ന്യൂമോണിയ വന്നാൽ അത് വേറെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണോ എന്നറിയില്ല. ഇതൊക്കെ ഉണ്ടാവുന്നത് 2022 പകുതിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടുകാർ ഒന്നേ പറഞ്ഞോളൂ, നീ നിൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി, നിൻ്റെ ലൈഫ് തൊലച്ചു, നിന്നെ അടിക്കുന്നുണ്ട്, പലതും ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നീ ഇപ്പോഴും ഇഷ്ടമാണ്, പുള്ളി പ്രേമിക്കുന്നുണ്ട്, പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണ അത് നിന്റെ ഇഷ്ടം, പക്ഷെ മിനിമം ജോലിക്ക് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇന്ന് ഇതാക്കിയിട്ട് ഇന്ന് ജോലിക്ക് കയറ്റി. എന്താ ഇതിനൊക്കെ പറയാ അല്ലെ. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ബാലയ്ക്ക് കരരോഗം പിടിപെടുന്നതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതും. ആ സമയത്ത് ബാല പൊന്നുപോലെ നോക്കിയതാണ് എലിസബത്ത്. അതേ എലിസബത്തിന് തന്നെ പിന്നീട് നല്ലൊരു പനി വന്നപ്പോൾ പോലും ബാല എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് നോക്കി. നിങ്ങൾ ചികിത്സ പോലും നിഷേധിക്കാന്ന് പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ പറയാം. എന്തായാലും ഇതിനെല്ലാം ശേഷം കുറച്ച് കാലത്തേക്ക് ബാലയും എലിസബത്തും പിരിഞ്ഞ് താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എലിസബത്ത് ഒരു ജോലി സംഘടിപ്പിക്കുന്നതൊക്കെ. ഏകദേശം 2019 എങ്ങാനുമാണ് എലിസബത്ത് MBBS പാസ്സാകുന്നത്. അതിനുശേഷം MD എക്സാം എഴുതാൻ ബാല വിസമ്മതിക്കുകയായിരുന്നു, തടയുകയായിരുന്നു, ജോലിക്ക് പോകാനൊന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നീട് ബാലയിൽ നിന്നും കുറച്ചു കാലത്തേക്ക് എലിസബത്തിന്റെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടതിന് ശേഷമാണ് ജോലിക്ക് പോയി തുടങ്ങുന്നതൊക്കെ. അതങ്ങനെ ഒരു വഴിക്ക് പോകുന്നുണ്ട്. ഇനി ബാലയും എലിസബത്തും തമ്മിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ എലിസബത്ത് നടത്തുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടുനോക്കാം. പക്ഷെ സർപ്രൈസായിട്ട് എനിക്ക് ഒരു മാലയും കമ്മലൊക്കെ തന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവായിരിക്കും. ആ മാലയും കമ്മലയും തന്നിട്ട് അതുപോലെ തന്നെ അവരുടെ ലോക്കറിൽ എടുത്തു വെച്ചു, ജസ്റ്റ് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഓടിയും തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കാറ് ഡ്രൈവിങ് അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല. സോ ഞാൻ ആകെ 4 തവണ ആ കാറിൽ ഇരുന്നിട്ടുള്ളൂ. പിന്നെ ആ കാർ എങ്ങോട്ട് പോയി എനിക്ക് വലിയ പിടുത്തമില്ല. ബെസ്റ്റ്. എല്ലാം ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അഭിനയം മാത്രം അല്ലേ. മാല കൊടുക്കലും കാറ് കൊടുക്കലും ഒക്കെ. അവസാനം മാടും ആരും ഒക്കെ കഴിഞ്ഞപ്പോൾ അത് വാങ്ങി വെക്കുകയും ചെയ്തു. ഇത് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ ഒരു പ്രത്യേക ഒരു കഴിവാണല്ലോ. അവർക്ക് ആളുകളുടെ മുന്നിൽ സ്നേഹം അഭിനയിക്കാൻ നല്ലോണം പറ്റും. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കൊടുത്ത കാറും ആരെയും ഒക്കെ തിരിച്ചു മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്താ വിളിക്കേണ്ടത്. അത് എങ്ങനെതും ചെയ്യും, ഇതിനപ്പുറം ചെയ്യും. സ്വന്തം മകളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത ആളല്ലേ, അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ പുള്ളിക്കാരൻ ഇതൊക്കെ കൊടുത്ത് തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ബാലയുടെ ചില അവിഹിത ബന്ധങ്ങളെ കുറിച്ച് എലിസബത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കൂടി കണ്ടു. ഒരു റിലേഷനൊന്നല്ല,
ഞാൻ പല ആൾക്കാരോടും പറഞ്ഞപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആവണതോ എന്തൊക്കെ ഒന്നായാലും 10 ആയാലും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തന്നെയാണ്. അവിഹിതം തന്നെയാണ്. അത് പാർട്ണറെ ചീറ്റ് ചെയ്യലാണ്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. ചിലപ്പോൾ എലിസബത്തോടെ ഒരു അതിശോക്തിക്ക് വേണ്ടി പറഞ്ഞതായിരിക്കും. ഇനിവേ ബാക്കി കേട്ടോ വെക്കാം. പുള്ളി ഒരു 4-5 എണ്ണം എന്നൊക്കെ പറഞ്ഞ 2 months. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ഇത്ര കോമൺ ആയി, നമ്മൾ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയി. സോറി, അത് വേറെ കാര്യം. പിന്നെ ഇവിടെ കമന്റ് സെക്ഷനിൽ കുറെ ടൈം ലൈനൊക്കെ കണ്ടു. ആക്ച്വലി ആൾക്കാരറിയാത്ത കുറെ ടൈം ലൈനിൽ കുറച്ചും കൂടി പേരുകൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ബട്ട് അവരും ചിലപ്പോൾ ചതിക്കപ്പെട്ടതായ കാരണം വെറുതെ അവരെ എടുത്തിട്ട് ഇതിൽ ഇടേണ്ട കാര്യമില്ലല്ലോ. ആവശ്യം വന്നാൽ നമുക്കിടാം. അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം അവര് ടോർച്ചർ സഹിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, സഹിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അതാണ് 4-5 അവീതൊക്കെ ഒരേ സമയം കൊണ്ട് നടന്ന വ്യക്തിയാണ് ബാല അല്ലെ. എന്തൊക്കെയായാലും ബാല ഒരു കില്ലാടി തന്നെ. എന്തായാലും എങ്ങനെയാണ് ഇത്രയും പെൺകുട്ടിക്ക് ഇങ്ങനെയുടെ വലയിൽ വീഴാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോ ഇങ്ങനെ ഒരു സിനിമാ നടനാണല്ലോ. ഈ സിനിമാ നടന്മാരെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആൾക്കാരുടെ മനസ്സിൽ വലിയ എന്തോ സ്ഥാനമാണല്ലോ. അങ്ങനെ ഇങ്ങനെയുടെ വലയിൽ വീണ് പോകുന്നതായിരിക്കും മേ ബി. എന്തായാലും സ്വന്തം ഭർത്താവിന് ഇത്രയും അവീത ബന്ധം ഉണ്ടാകുന്നത് നോക്കി നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് എലിസബത്തിന്റെ ഒരു ഗതികേട് തന്നെയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഭാര്യന്റെ അവസ്ഥകളൊന്ന് സങ്കല്പിച്ചു നോക്കി. സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ് അല്ലെ. അപ്പൊ അനുഭവിച്ച എലിസബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ദിസ് ഈസ് ടു മച്ച് എന്നേ പറയാനുള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കല്യാണത്തെ കുറിച്ച് ചില കാര്യങ്ങളും കൂടി എലിസബത്ത് പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇത് ആദ്യം 2 വീട്ടുകാരും തമ്മിൽ സംസാരിച്ച് അറേഞ്ച്ഡ് മാരേജ് ആക്കാൻ ഉദ്ദേശിച്ചൊരു കല്യാണമായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് എലിസബത്ത് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ കാണില്ല, അതുപോലെ തന്നെ നിന്റെ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആവേണ്ട സാധനം ഇന്നെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ടില്ല, ഞാൻ ഇന്നെ ഇറക്കിയിട്ട് കല്യാണാക്കിയത്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്നെ വേറെ ആൾക്കാർക്ക് വിൽക്കുമോ എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ വേറെ അങ്ങനെയും സംശയിക്കേണ്ടിയിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ. പക്ഷെ നേരെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി, ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അമ്മയുടെയും പൂജാമുറിയുടെയും മുമ്പിൽ ഒരു വെഡ്ഡിങ് ചെയിൻ ഇട്ടു. ഇങ്ങേർക്ക് എന്താ വട്ടാണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. മര്യാദയ്ക്ക് 2 വീട്ടുകാരും തമ്മിൽ പറഞ്ഞുറപ്പിച്ച കല്യാണമാണ്. അവിടെ ഇറക്കി കൊണ്ടുപോയി താലി കെട്ടേണ്ട ആവശ്യം എന്താണ്? തലക്കെന്തോ വെളിവില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇറക്കി കൊണ്ടുപോയി സ്വന്തം അമ്മയുടെ സാന്നിധ്യത്തിൽ വെഡ്ഡിങ് ചെയിൻ ഇട്ടു എന്നുള്ളതാണല്ലോ ബാല പറഞ്ഞത്. അതേ ബാല തന്നെ അതിനുശേഷം വെഡ്ഡിങ് ചെയിൻ വാങ്ങിയെന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ അതിന് വേണ്ടിയാകാം ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്നത്. 2 കുടുംബത്തിന്റെയും സാന്നിധ്യത്തിൽ ഇങ്ങനെ വെഡ്ഡിങ് ചെയിൻ ഇടുന്ന സമയത്ത് അത് വാങ്ങി വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇതൊരു കുടുംബം മാത്രമാവുന്ന സമയത്ത് പെട്ടെന്ന് വാങ്ങാലോ. ബാലന്റെ ഒരു ബുദ്ധി നോക്കണം നിങ്ങള്, വല്ലാത്തൊരു ബുദ്ധി തന്നെ. ബാക്കിയുണ്ടോ? അത് അമ്മയുടെ സ്വർണ്ണമാണ്, അമ്മ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഒക്കെയാണ് പറഞ്ഞത്. ഐ ഡോണ്ട് നോ ഇത്ര തവണ അത് സ്വർണം തന്നെയാണോ എന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ ഒരു വെഡ്ഡിങ് ചെയിൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വെഡ്ഡിങ് ചെയിൻ ഇടുന്ന പരിപാടി സ്ഥിരമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. എത്ര കയറ്റിട്ടുണ്ടെന്ന് ആർക്കറിയാം, അത് വേറെ കാര്യം. അതെ, അത് തന്നെയാണ് എന്റെ പരമായ സംശയം. ചിലപ്പോൾ മുമ്പ് കല്യാണം കഴിഞ്ഞ അമൃതക്കും ഇപ്പം കല്യാണം കഴിഞ്ഞ കോകിലക്കും ഒക്കെ ഇതേമാതിരി ഇതേ ചെയിൻ തന്നെ ഇട്ടിട്ടുണ്ടാകും, എന്റെ അമ്മയുടെ ചെയിനാണെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഇതേമാതിരി വാങ്ങിച്ചിട്ടും ഉണ്ടാകും. എന്തായാലും 4-5 അവീതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെന്നല്ല പറയുന്നത്. അതിൽ ആരൊക്കെ ഈ ചെയിൻ അണിയിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. എന്തായാലും കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ എലിസബത്ത് ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അങ്ങൂടി കണ്ടോക്കാം. അന്ന് തന്നെ എന്റെ FB ഡിലീറ്റ് ചെയ്തു. വെറുതെ കൂടെ കിടക്കാൻ വരുന്ന ആൾക്കാരുടെ ഒക്കെ FB ഡിലീറ്റ് ചെയ്യണേനെ FB ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഫോൺ എറിഞ്ഞു പൊട്ടിക്കേണ്ട ആവശ്യം എന്താ? അവരുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് തെറി പറയേണ്ട ആവശ്യം എന്താ? അവനെ കൊല്ലുന്നു പറഞ്ഞിട്ടൊക്കെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം എന്താ ഫ്രണ്ട്സിന്? ഒരു കൂടെ കിടക്കാൻ വരുന്ന പെണ്ണുങ്ങളുടെ അത് ചുമ്മാ മൂപ്പര് ആണത്തൊന്ന് കാണിക്കാൻ നോക്കിയതാണ്. മൂപ്പർക്ക് ആവശ്യം ഒരു ഭാര്യനൊന്നുമല്ല. കുറച്ചു കാലം കൂടെ കിടക്കാൻ ഒരാള്, വെപ്പാട്ടിനെ പോലെ അടിമനെ പോലെ പണിയെടുക്കാൻ ഒരാള്, അത്രേ ഉള്ളൂ. ആ ഒരു നിലയും വരെ പുള്ളിക്കാരൻ കെട്ടുന്ന ആൾക്ക് കൊടുക്കുന്നുള്ളൂ. അത്രേ എലിസബത്തിനും തന്നിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളിൽ നിന്നും ഇത്തരം സമീപനമൊക്കെ സ്വാഭാവികം. എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ എലിസബത്ത് പറയുന്നുണ്ട്. ഇപ്പോഴും പറഞ്ഞു പകുതി ആയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പകുതി ആയപ്പോ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. ഇനി ബാക്കിയുള്ളതും കൂടി കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.